നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഒരു ദിവസം വന്ന് വീഡിയോ ഇട്ടിട്ട് പിന്നെ കുറേ ദിവസം മുങ്ങുന്നു. ശരിയാ, ഞാൻ നാട്ടിൽ പോയിരിക്കായിരുന്നു. അപ്പോൾ 15 ദിവസം നാട്ടിലുണ്ടായിരുന്നു. പണ്ട് നാട്ടിൽ പോകുമ്പോൾ വളരെ എളുപ്പമായിരുന്നു, വളരെ ഈസി ആയിരുന്നു ലൈഫ്. കാരണം നമുക്ക് വീഡിയോസ് എടുക്കാം, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓഫീസ് ടു ഓഫീസ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വ്ളോഗൊന്നും എടുക്കാറില്ല സത്യം. ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ ഗുഡ് മോർണിംഗ് കുട്ടികളെ പോലും വളരെ അപൂർവമായിട്ട് ഇടാറുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുറത്ത് പോയി തിരിച്ചു വന്ന് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഈ മുതിരപ്പുഴുക്കിന്റെ വീഡിയോ കാണാനിടയായത്. അത് അവിടെ മാസമായിട്ട് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു നിയോഗമാണല്ലോ, നമ്മൾ ഗുരുവായൂരപ്പന്റെ ആളാണ്, അതുപോലെ തന്നെ നാട്ടിലുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുതിരപ്പുഴുക്ക് എന്ന് പറയുന്നത് മുതിരയും ഇടിയൻ ചക്കയും കൂടിയിട്ടുള്ളതാണ് ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ നാട്ടിലുള്ള സമയമാണല്ലോ എന്ന് വിചാരിച്ച് ഇടിയൻ ചക്ക കിട്ടി. അപ്പൊ ഇടിയൻ ചക്കയും കൂടി ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പറായിട്ട് വന്നു. അപ്പോൾ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ചക്ക സംഘടിപ്പിച്ചു. ഇടിയൻ ചക്കനേക്കാളും കുറച്ച് മൂപ്പ് കൂടി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല വിരിച്ചിട്ട് വന്ന് ഉണ്ടാക്കി, അതിന് വീഡിയോ എടുത്തു. അതാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ അമ്പലത്തിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയാലും തല കുത്തി മറിഞ്ഞാൽ ആ രുചി കിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് മാത്രമല്ല, ഏത് അമ്പലത്തിലെ അന്നദാനത്തിന്റെ ടേസ്റ്റ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ. അതായത് അവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റ്, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഒരു ഇത്, അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ക്യൂവിൽ നിന്ന് പോയി അവസാനം ഒരു സമാധാനം സീറ്റ് കിട്ടുമ്പോൾ അല്ലേ. അപ്പൊ അതിന്റെ ഒരു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം. അപ്പൊ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ആ അന്നദാനത്തിനൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ ടേസ്റ്റ് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗുരുവായൂർ അമ്പലം ഇൻസ്പയർഡ് മുതിരപ്പുഴുക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് അതുപോലത്തെ എന്ന് പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നമ്മൾ സാധാരണ വീട്ടിലെ ഞാൻ ഉണ്ടാക്കുന്ന മുതിരപ്പുഴുക്കിന്റെ അതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഈസി വേർഷനാണ്. അതേസമയം ഈ പറഞ്ഞ പോലെ ഒരു ഡിവൈൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനൊക്കെ നോർമലി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അന്നദാനം ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രാവിലെ വളരെ അപൂർവമായിട്ട് ഈ കഞ്ഞിയും മുതിരപ്പുഴുക്കൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. വളരെ കുഞ്ഞിലെയാണ് അത് കഴിച്ചിരിക്കുന്നതും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയൊക്കെ തോന്നി. അപ്പോൾ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിച്ചവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അമ്പലത്തിലെ ആ രുചി കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. അതിന്റെ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുതേ. അപ്പൊ ഗുരുവായൂർ അമ്പലം സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ഉണ്ണിക്കണ്ണനെ, ആലിലക്കണ്ണന്റെ നെക്ലസ് തന്നെ ഇടാന്ന്. നമ്മുടെ മനീക സ്പെഷ്യൽ ആണ് കേട്ടോ. ഇത് ഒരുപാട് നന്നായി മൂവ് ചെയ്യുന്ന ഒരു നെക്ലസ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തത് ഓണത്തിന്റെ അതിൽ പുട്ട് വെച്ചോടുക, പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. മനിക്കയും അതേപോലെ വിനാസ് കറിവള്ളി ഇന്റർ കണക്റ്റഡ് ആണല്ലോ. അപ്പൊ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം എന്താ പറയുക ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി. അപ്പോൾ ഇനി വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഗുരുവായൂർ അമ്പലം ഇൻസ്പയർഡ് മുതിരപ്പുഴുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ രാവിലത്തെ കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന മുതിരപ്പുഴുക്കാണ് കേട്ടോ. അതേ ടേസ്റ്റ് ഒന്നും എന്തായാലും കിട്ടില്ല. കാരണം അമ്പലത്തിൽ കിട്ടുന്ന രുചി നമ്മളിപ്പോൾ എങ്ങനെ തലകുത്തി മറിഞ്ഞുണ്ടാക്കിയാലും കിട്ടാൻ ചാൻസ് ഇല്ല. അതൊരു വേറൊരു രുചി തന്നെയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അറിഞ്ഞ റെസിപ്പി അനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണ്, മുതിരയാണ്. മുതിര എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറേ പേര് യൂസ് ചെയ്യാത്ത ഒരു പൾസാണ്. പക്ഷേ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഹോഴ്സ് ഗ്രാം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമ്മൾ എന്ത് ചെയ്യണം, കുതിർത്ത് വെക്കണം വെള്ളത്തിൽ. അങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന മുതിരയാണിത്. ഇത് വറക്കൊന്നും വേണ്ട, ഞാൻ വറക്കാറില്ല. ചിലവർ മുതിര വറുത്തിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പം അങ്ങനെ വറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്ന മുതിരയാണ് കേട്ടോ. 3/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ചെറിയ എമൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുതിര നമുക്ക് ഒന്നില്ലെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ മുതിര വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം കേട്ടോ. 2-2.5 ഗ്ലാസ് ഒക്കെ വെള്ളം വെക്കാം. ഈ മുതിരയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വെക്കുക. നന്നായി മുതിര കുക്കാവട്ടെ കേട്ടോ. മുതിരയുടെ കൂട്ടത്തിൽ കൂടെ അവർ ഒരു 4 വറ്റൽമുളകും കൂടെ ഇടുന്നത് കണ്ടായിരുന്നു കേട്ടോ. 4 അല്ല, അതിൽ അവർ ചെയ്യുമ്പോൾ ഒരുപാട് ഇടുന്നുണ്ടായിരുന്നു. വറ്റൽമുളകും കൂടെ ഇട്ടേക്കാം നമുക്ക്. ഞാൻ അതിലൊരു മാറ്റം വരുത്തണ്ട. അതേപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ഇടിയൻ ചക്കയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് ഇടിയൻ ചക്കനേക്കാളും കുറച്ചും കൂടെ മൂപ്പത്തിയിട്ടുള്ള ചക്കയാണ്.
നാട്ടിൽ ഞാൻ എത്തിയപ്പോഴേക്കും ഇടിയൻ ചക്കയുടെ ഒക്കെ പ്രായം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയൻ ചക്ക കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇടിയൻ ചക്ക ഒരു 5-6 കഷ്ണം മാത്രം മതി, ഒരുപാട് വേണ്ട. കാരണം ഞാൻ ഇവിടെ കുറച്ച് എമൗണ്ടേ മുതിര എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുതിരേനേക്കാളും കുറവ് എമൗണ്ടിൽ മാത്രം ചക്ക മതിയാവും കേട്ടോ. ഞാനിവിടെ ചക്കയുടെ മടലൊക്കെ കളഞ്ഞിട്ടുണ്ട്. മീഡിയം സൈസസായിട്ട് മുറിച്ചിരിക്കുന്ന ചക്കയിലോട്ട് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3-4 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് ഈ സംഭവം ഉണ്ടാക്കാൻ. ഇതിൽ ചെറിയുള്ളിയോ മുളക് ചതച്ചതോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. വഴറ്റുന്ന പരിപാടി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ, അതിനുശേഷം ഓഫ് ചെയ്തിടുക. എന്നിട്ട് തുറന്ന് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക നന്നായി കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുതിരയും നന്നായി കുക്കായിട്ടുണ്ട്. മുതിരയും ഇടിയൻ ചക്കയും നന്നായി കുക്കായി എന്ന് ഉറപ്പ് വരുത്തണേ, എന്നാൽ മാത്രം രുചി ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതങ്ങ് രണ്ടും കൂടി അങ്ങ് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു പാത്രം വെക്കുക. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുതിര നല്ല വെന്ത മുതിരയാണേ. ഇപ്പൊ നാട്ടിൽ കിട്ടുന്ന മുതിരയ്ക്ക് ഒരു കളറും ഇല്ലാന്നേ, വെളുത്തിരിക്കണം നാട്ടിൽ കിട്ടുന്ന മുതിര. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് മുതിര കുക്ക് ചെയ്യുന്ന സമയത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പൊ പിന്നെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മുതിര ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പൊ ഈ ഉണക്കമുളകും കുക്കായിട്ട് ഇതിലോട്ട് പിടിച്ചോളും. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ മുതിര നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ മുതിരപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിലോട്ട് മുളക് ചതച്ചത് ചേർത്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് നമ്മളെ ഗുരുവായൂർ അമ്പലത്തിലത്തെ രീതി ആയതുകൊണ്ടാണ് കേട്ടോ ഈ രീതി ചെയ്യുന്നത്. അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇടിച്ചക്കയുടെ പാകം കുറച്ചൊന്ന് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇളയത് വേണമായിരുന്നു. പക്ഷെ ഇതും ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് എരിവൊന്നുമില്ലാത്ത ഒരു പാവം പുഴുക്കാണേ. പപ്പടും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കേമായിരിക്കും. ഓവറായിട്ട് ഡ്രൈ ആക്കാൻ പാടില്ല. ചെറിയൊരു നനവ് വേണം. ചക്കക്കുരുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. രണ്ടും കൂടി കമ്പൈൻ ആവണം. അതായത് മുതിരയും ചക്കയും വേറിട്ട് കിടക്കാൻ പാടില്ല. രണ്ടും ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുമ്പോഴാണ് അത് സ്വാദ് കിട്ടുള്ളൂ. ഞാനിപ്പോഴും പറയുന്നു, അവിടെ കിട്ടുന്ന ആ രുചി നമുക്ക് ചെയ്താൽ കിട്ടില്ല. എന്നാൽ പോലെ രുചിയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പഞ്ചിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. നോർമലി ആ വീഡിയോയിൽ, ഗുരുവായൂർ അമ്പലത്തിലെ വീഡിയോയിൽ പച്ചമുളക് കണ്ടില്ലായിരുന്നു. പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. കഞ്ഞി കുടിക്കാൻ നമുക്ക് അമ്പലത്തിൽ പ്ലാവിലെ തരാറ്. പണ്ടൊക്കെ അങ്ങനെയല്ലെന്നില്ലേ കഞ്ഞി കുടിച്ചിരുന്നത്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. എരിവ് എവിടെയോ ഉണ്ട്, ഓവർ എരിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലായിട്ടുള്ള പച്ചമുളക് ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം എന്തിടണം? കറിവേപ്പില, വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കൈ കൊണ്ട് ഞരടിയിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. ഗുരുവായൂർ സ്പെഷ്യൽ മുതിര ചക്കപ്പുഴുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നമുക്കിനി കഞ്ഞി വിളമ്പിയാലോ? ഞാൻ കഞ്ഞി ഉണ്ടാക്കി ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് വെന്ത കുക്കായിട്ടുള്ള കഞ്ഞിയാണ് ഇഷ്ടം, അതേസമയം അധികം കുക്കാവാത്താണ് ഇഷ്ടം. എനിക്ക് അത്യാവശ്യം നന്നായി വെന്ത കഞ്ഞിയാണ് ഇഷ്ടം കേട്ടോ. അതേസമയം എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ അത്ര അങ്ങ് കുക്കാവാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ എനിവേ, ഇപ്പോൾ കഞ്ഞി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ ഞാൻ വിചാരിച്ചു പ്ലാവിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് കുമ്പിൾ കുത്തി കുടിക്കാമെന്ന്. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അതൊന്നും നടക്കില്ല. അതിലോട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂർ സ്പെഷ്യൽ മുതിരപ്പുഴുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ അച്ചാറും. അങ്ങനെ പുഴുക്കും കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. വളരെ ഈസി അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഇടിയൻ ചക്ക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ മുതിര വെച്ചാൽ മതി. മുതിരയും ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ, വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ മുതിരപ്പുഴുക്ക് പണ്ടേ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നേക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പപ്പടം വറക്കണം എന്ന് വെച്ചിട്ട് അത് മറന്നുപോയി. അപ്പം എന്തായാലും ഇത് ഞാൻ കഴിക്കട്ടെ. സൂപ്പർ.